എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം സൗഹൃദം. സൗഹൃദം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വികാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ ഘട്ടങ്ങളിലും സുഹൃത്തുക്കൾ ഉണ്ടായി. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ഒരു യഥാർത്ഥ സുഹൃത്ത്, ഒരു യഥാർത്ഥ ഫ്രണ്ട് വളരെ കുറവാണ്. ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ സന്തോഷത്തിനെ കുറിച്ച് വിചാരിക്കില്ല, നമ്മുടെ സന്തോഷത്തിനെ കുറിച്ചാണ് ആലോചിക്കാറ്. ഒരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കല്യാണ മിത്രൻ ഒരിക്കലും അവരുടെ സന്തോഷത്തിനെ പറ്റി ആഗ്രഹിക്കാറില്ല, മറിച്ച് നമ്മളുടെ സന്തോഷത്തിനെ കുറിച്ച് മാത്രമേലോ ആലോചിക്കാറ്. പക്ഷേ ഈ ലോകത്തുള്ള 90% ആൾക്കാരും എപ്പോഴും അവരുടെ സന്തോഷത്തിനെ കുറിച്ചാണ് ആലോചിക്കാറ്. അവരെ സന്തോഷമായി വെക്കാനാണ് അവർ ആലോചിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. അതിന് കാരണം എന്തെന്നാൽ ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും അവരുടെ സന്തോഷം തന്നെയാണ് തേടിക്കൊണ്ടേയിരിക്കുന്നത്. അത് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും കുടുംബക്കാരായാലും ശരി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്രണ്ട്ഷിപ്പ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഓരോ തീരുമാനത്തിന്റെയും പുറകിൽ ഒരു സുഹൃത്തുണ്ടാവും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മുടെ കുടുംബത്തിന് ശേഷം നമ്മളുടെ ഏറ്റവും അടുത്തുള്ളത് നമ്മളുടെ സുഹൃത്തുക്കളാണ് എന്ന്. ചിലപ്പോൾ കുടുംബത്തെക്കാളും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഫ്രണ്ട്സ് ആണെന്ന്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് നല്ല സുഹൃത്തുക്കൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അങ്ങനല്ലല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ വളരെ നല്ലവരാണ്, അവർ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, അവർ നല്ല മനുഷ്യരാണ്. ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, അവരെല്ലാവരും നല്ലവർ തന്നെ. പക്ഷെ അവർക്ക് ആർക്കും ഒരു കാര്യം അറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ സത്യം. ഈ ലോകത്ത് സത്യം അറിയില്ലാത്ത ഓരോ മനുഷ്യനും, സത്യത്തെ അറിയാൻ ശ്രമിക്കാത്ത ഓരോ മനുഷ്യനും വിഡ്ഢികളാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ കാരണം എന്തിനാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ഇന്നൊരു പക്ഷേ സിനിമയ്ക്ക് പോകും, നാളെ പാർക്കിൽ പോകും, മറ്റന്നാൾ ഷോപ്പിംഗ് മോൾ പോകും, വീട് വിൽക്കും, കാറ് വാങ്ങും, ബൈക്ക് വാങ്ങും, അങ്ങനെ പോകുന്നു. എന്തിനാണ് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് കാര്യമാണ്, ഇതെല്ലാം എനിക്ക് സന്തോഷം തരണം. അപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ശരിക്കും എന്തിനാണ് എൻ്റെ ഫ്രണ്ട് ആയത്? അവിടെ തന്നെയാണ് അവരുടെ ചെക്ക്മേറ്റ്. അപ്പോൾ അവർ നിങ്ങളോട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നോട് കൂടെ ഇരിക്കാനും നിന്നോട് കൂടെ സമയം ചെലവഴിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫ്രണ്ടായത്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ രണ്ടുപേരുടെയും ആ ബന്ധത്തിനിടയിൽ ഒരു പാലമുണ്ട്. ആ പാലമാണ് സന്തോഷം, ആ പാലമാണ് ഇഷ്ടം. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇഷ്ടമാണ്, അതേപോലെ നിങ്ങൾക്കും അവർ ചെയ്യുന്ന കാര്യം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അവർ ചെയ്യുന്ന കാര്യം വളരെ ഇഷ്ടമില്ല, അതേപോലെ അവർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യവും ഇഷ്ടമില്ല. അങ്ങനായെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇങ്ങനത്തെ ഒരു സമയത്തിൽ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ രണ്ടു പേരിലും ഒരാളും ഒരു നല്ല ഫ്രണ്ട് അല്ല.
ഒരു യഥാർത്ഥ ഫ്രണ്ടല്ല, ഒരു കല്യാണമിത്രമല്ല. അതിനർത്ഥം നിങ്ങളൊരു നല്ല മനുഷ്യൻ അല്ലെന്നല്ല. രണ്ടുപേരും സത്യം അറിയാതെ അസത്യത്തിൽ ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അസത്യം തന്നെ സത്യമെന്ന് ജീവിക്കുന്ന രണ്ട് മനുഷ്യരാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, ഈ മാർഗം, നിങ്ങൾ എല്ലാവരും ചേർന്ന് പോകുന്ന ഈ മാർഗം ശരിയാണോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, സുഹൃത്ത് നിങ്ങൾക്ക് സത്യത്തിന് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഉദാഹരണത്തിന്, നിങ്ങളൊരു മദ്യപാനിയെ വിചാരിക്കും. നിങ്ങൾ എപ്പോഴും മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറയാണ്, ഇങ്ങനെ ദിവസം കുടിക്കാതെ കുടിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കണ്ട. അത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാവോ? ഇല്ലെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങൾ ഉപദേശിക്കുന്നതാണ്, എന്തെങ്കിലും ജോലി ചെയ്യും, എന്തെങ്കിലും ഫലപ്രദമായ ഒരു കാര്യം ചെയ്യും. നിന്റെ ജീവിതം നശിക്കാതെ ജീവിതത്തിൽ ഒരു വിജയം നേടിയ ഒരു മനുഷ്യനാവും, ഒരു സക്സസ്ഫുൾ പേഴ്സണായി മാറും. അങ്ങനെ നല്ല ഉപദേശം കൊടുക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വർഷം ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും? വർഷം വേണ്ട, എത്ര മാസം കണ്ടിന്യൂ ചെയ്യും? ആ ഫ്രണ്ട്ഷിപ്പ് തുടരില്ല, അധിക കാലം തുടരില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിനെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ നന്നായിട്ട് മദ്യപിക്കും, അതുപോലെ നിങ്ങളുടെ സുഹൃത്തും നിങ്ങളോട് ചേർന്ന് നന്നായി മദ്യപിച്ച് എപ്പോൾ നിങ്ങളോട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സന്തോഷമുണ്ടാകും. അങ്ങനത്തെ ഒരാളുടെ സൗഹൃദം നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കും. പക്ഷെ സത്യത്തിന് മനസ്സിലാക്കി തരുന്ന ഒരാളുടെ സൗഹൃദം നിങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും എപ്പോഴെങ്കിലും ഫ്രണ്ട്സ് ആയാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അധികം കാലം തുടരില്ല. അതിന് കാരണം ഒരു യഥാർത്ഥ സുഹൃത്തിനും മറ്റൊരു യഥാർത്ഥ സുഹൃത്തിനും മാത്രമേ ഒരു ശരിയായ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് തുടരാൻ പറ്റും. ഒരു നല്ല ഫ്രണ്ടിനും ഒരു സെൽഫിഷ് ഫ്രണ്ടിനും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് സത്യം. ഒരു നല്ല ഫ്രണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കും, പക്ഷെ അത് ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് തുടരില്ല, നിങ്ങളത് തകർക്കും. ഇതാണ് നമ്മുടെ ജീവിതം. ഒരു കല്യാണമിത്രൻ നിങ്ങൾക്ക് എപ്പോഴും സത്യത്തെ കാണിച്ചു തരും, ഓരോരോ കാര്യം ചൂണ്ടിക്കാണിച്ച് ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്ന് പറഞ്ഞു തരും. അവർ തരുന്ന നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടരാൻ നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ അച്ഛയും അമ്മയും നിങ്ങളുടെ തെറ്റ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഈ ലോകത്തിന്റെ എല്ലാവരും എന്തിനാണ് ഫ്രണ്ട്സോട് ചേർന്ന് പോകുന്നത്? ഫ്രണ്ട്സുമായി പലയിടങ്ങളിൽ പോകുന്നത് കാരണം അവർ ഒരിക്കലും നിങ്ങളുടെ കുറ്റം പറയില്ല, അവരെപ്പോഴും നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും, എനിക്ക് അച്ഛയും വേണ്ട, അമ്മയും വേണ്ട, ടീച്ചേഴ്സും വേണ്ട, ആരും വേണ്ട, എൻ്റെ ഫ്രണ്ട്സ് ഇരുന്നാൽ എനിക്ക് മതി, അവരുടെ കൂടെ സമയം ചെലവഴിച്ചാൽ മതി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് സംഭവിച്ചു, നിങ്ങളുടെ മക്കൾക്കും ഇത് സംഭവിക്കും, അവരുടെ മക്കൾക്കും ഇത് സംഭവിക്കും. അതുകൊണ്ട് ഒരു കല്യാണ മിത്രനായിട്ട്, ഒരു നല്ല ഫ്രണ്ടായിട്ട്, ഒരു നല്ല സുഹൃത്തായിട്ട് സത്യം കാണിച്ചു തരേണ്ടത് എൻ്റെ കടമയാണ്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാർഗത്തിനെ കുറിച്ച് ചിന്തിച്ചു, നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചു, സത്യത്തിനെ കുറിച്ച് ചിന്തിച്ചു. നിങ്ങളെല്ലാവർക്കും നമസ്കാരം.